തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഭൂമി ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മരണപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ്. ഈ ഭൂമി ലോകത്തുള്ള ഏതൊരു അതിനൂതന സാങ്കേതിക വിദ്യക്കും ഏതൊരു ഭൗതിക ശക്തിക്കും മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനോ ആ മരണത്തെ തടഞ്ഞു നിർത്തുവാനോ സാധിക്കുകയില്ല. പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് മരണത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇടയ്ക്കിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور كل نفس ذائقة الموت. ഇതേ രീതിയിലുള്ള പ്രയോഗം പരിശുദ്ധമായ ഖുർആനിലെ നമുക്ക് ഒന്നിലധികം സ്ഥലത്ത് കാണാൻ കഴിയും. ഓരോ നഫ്സും മരണത്തെ രുചിക്കുമെന്ന് അല്ലാഹു തആല പറയുകയാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, തീർച്ചയായും നിങ്ങൾക്ക് ഈ ഭൗതികമായ ഈ ദുനിയാവിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായി നന്മയാകട്ടെ തിന്മയാകട്ടെ അതിൻ്റെ പ്രതിഫലം നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ മാത്രമാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, അന്നേ ദിവസം ആരെങ്കിലും കത്തിയാളുന്ന നരകത്തിൽ നിന്നും അകറ്റപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണെങ്കിൽ ഫഖദ് ഫാസ്, തീർച്ചയായും അവനാണ് വിജയിയായത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഭൗതികമായ ജീവിതം, നശ്വരമായ ദുനിയാവ്, ഇല്ലാ മതാഉൽ ഗുറൂർ, അത് വഞ്ചനയുടെ ചരക്ക് മാത്രമാണ്. മരണാനന്തരമുള്ള ജീവിതം യാഥാർത്ഥ്യമാണെന്നും ലോകത്തിലെ സ്വർഗീയ സൗഭാഗ്യങ്ങൾ ലക്ഷ്യമാക്കി നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുമാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നരകത്തിൽ നിന്നുള്ള മോചനം എന്ന പരമമായ ലക്ഷ്യമാണ് ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കേണ്ടത്. സ്വർഗത്തിലേക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ടാകുമ്പോഴും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നരകത്തെക്കുറിച്ച് ആലോചിക്കാനും അതിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദമായി കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരുന്നു. ഈ നരകം അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ വിശേഷണങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും. യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന വ അഹ്ലുൻ നാരി അന്നാർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകവാസികൾ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ثم يقول الله تعالى, അല്ലാഹു പിന്നീട് പറയുന്നതാണ്, അഖ്രിജു മിനൻ നാരി മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. ഈ നരകത്തിൽ പ്രവേശിക്കപ്പെട്ട് ഇതിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം ഈമാൻ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ അവരുടെ ശിക്ഷ മതിയാക്കി ഈ നരകത്തിൽ നിന്നും പുറത്താക്കണമെന്ന്, പുറത്തേക്ക് കടത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് തിന്മകൾക്ക് കാരണമായിട്ടുണ്ടെങ്കിലും ഖൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ, അല്ലാഹു അല്ലാതെ വേറൊരു ആരാധ്യനില്ല എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും അന്ത്യദൂതരാണെന്നും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും ഒരുപക്ഷെ അള്ളാഹു അവൻ്റെ തിന്മകൾ പുറത്തു കൊടുത്തതിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അല്ലെങ്കിൽ
അവൻ്റെ തിന്മക്കനുസൃതമായിട്ടുള്ള ശിക്ഷകൾ നൽകിയതിനു ശേഷം അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഫയഖ്റജൂന മിൻഹാ ഖദ് ഇസ്വദ്ദു, അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഹൃദയത്തിൽ അണുമണി തൂക്കം എങ്കിലും ഈമാനുള്ള എല്ലാവരെയും നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടത്തുന്നതാണ്. ഫയുൽഖൗന ഫീ നഹ്രിൽ ഹയാ അവിൽ ഹയാത്ത്, അങ്ങനെ അവർ ഒരു നദിയിലേക്ക് അവരെ ഇടപെടുന്നതാണ്. ആ നരകത്തിൽ നിന്ന് അവരെ പുറത്തേക്കെടുക്കുമ്പോൾ ഖദിസ്വദ്ദു, അവർ കറുത്ത നിറമുള്ളവരായി തീർന്നിരിക്കും. അവർ നരകത്തിലെ ശിക്ഷ കാരണം അവരുടെ തൊലികളെല്ലാം കത്തി നശിച്ച് അവർ ആകെ വിരൂപരായിട്ടുണ്ടാകും. അങ്ങനെ അവരെ ഒരു നദിയിലേക്ക് അവരെ ഇടപെടുന്നതാണ്. ഫയൻബുതൂന കമാ തൻബുതുൽ ഹബ്ബതു ഫീ ജാനിബിസ്സൈൽ, അതിനുശേഷം അവർ ആ നദിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ എപ്രകാരമാണോ ഒരു വെള്ളപ്പാച്ചിലിൻ്റെ ഒരു നീർച്ചാലിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിൻ്റെ അടുക്കൽ ഒരു വിത്ത് വീണ് ആ വിത്ത് എങ്ങനെയാണോ മുളച്ചു പൊന്തുന്നത്, അത് പ്രകാരം അവർ ആരോഗ്യമുള്ള നല്ല ആളുകളായിക്കൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അലം തറ അന്നഹ തഖ്റുജു സഫ്റാ മുൽതവിയ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു വിത്തിനുള്ളിൽ നിന്ന്, ഉറങ്ങിക്കിടക്കുന്ന ഒരു വിത്തിനുള്ളിൽ നിന്ന് ഒരുപാട് കാലത്തിന് ശേഷമാണെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരൽപ്പം ഈർപ്പം തട്ടിയാൽ, നനവ് തട്ടിയാൽ അത് ഭൂമിയിൽ നിന്നും അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ജീവനുള്ള മരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്? ഇളം മഞ്ഞ നിറത്തിൽ അതിങ്ങനെ വളഞ്ഞ് പുറത്തേക്ക് വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അത് പ്രകാരം ഈ നരകത്തിലിട്ട് ശിക്ഷിക്കപ്പെട്ട അങ്ങേയറ്റം വിരൂപരായ ആളുകൾ ആ നദിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ശിർക്ക് കൂട്ടിച്ചേർക്കാത്ത ആളുകൾ അവരുടെ ശിക്ഷാവധി അതിൻ്റെ കാലാവധി അത് പൂർത്തിയാക്കിയ ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്നാൽ ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാപ്പാക്കുകയില്ല എന്ന് അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹു തആല അവനോട് പങ്കു ചേർക്കുന്നതിന് അവൻ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതുകൂടാതെ മറ്റെന്ത് തിന്മ ചെയ്താലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു തആല ശിർക്കെന്ന വലിയ ഗൗരവമായ തെറ്റിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശിർക്കിൻ്റെ ഒരുപാട് ഇനങ്ങളുണ്ട്, വിഭാഗങ്ങളുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ശിർക്കിലേക്ക് ചിലപ്പോൾ എത്തിച്ചേരും. അല്ലാഹു തആല അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകശിക്ഷയെപ്പറ്റി വിവരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലേറ്റവും കുറഞ്ഞ ശിക്ഷയെക്കുറിച്ച് പോലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നരകവാസിയെ സംബന്ധിച്ചിടത്തോളം, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കുക ഞാനാണ് ഈ നരകത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ശിക്ഷ അനുഭവിക്കുന്നത് എന്നാണ്. അത്രയും കഠിനമായിരിക്കും നരകത്തിലെ ചെറിയ ശിക്ഷ പോലും. അല്ലാഹു തആല നമ്മെ അതിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകമെന്നത് അത്രയേറെ ഭയാനകമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സത്യവിശ്വാസിയും അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെന്ന് അങ്ങേയറ്റം ആഗ്രഹമുള്ളവരായിരിക്കണം. ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാറുൻ ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർദി ദഹബ, അവിശ്വാസിയായിക്കൊണ്ട് മരിച്ചു പോവുകയും തൗബ ചെയ്യാതെ മരിച്ചു പോവുകയും ചെയ്ത ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെത്ര തന്നെ അവരുടെ അവിശ്വാസത്തിന് ഫിദിയ അവര് നൽകിയാലും, പ്രായശ്ചിത്തം നൽകിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും സ്വീകരിക്കുകയില്ല. ഉലൈക ലഹും അദാബുൻ അലീമുൻ വമാ ലഹും മിൻ നാസിരീൻ, അവർക്ക് കഠിനമായ വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു തആല നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കാലഘട്ടം വരും, അന്ന് നിങ്ങൾ സുബഹിയാകുമ്പോൾ യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ, അവൻ ആ പകലിൽ നല്ല മുഅ്മിനായിരിക്കും, അവൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി തീർന്നിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് ചുറ്റും ഓൺലൈനായിട്ടും അല്ലാതെയും ഒക്കെ നടക്കുന്നുണ്ട്. അല്ലാഹു തആല അത്തരം ഷർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നുമൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം അത് നമ്മിൽ നിന്ന്
പോകുന്ന ഒരവസ്ഥ, ദുരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കട്ടെ. നമ്മളെപ്പോഴും ആ ഹിദായത്തിനെ ചോദിക്കുകയും അതിനെ നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, മാ മിൻ അബ്ദിൻ മുഅ്മിനിൻ യഖ്റുജു മിൻ ഐനൈഹി ദുമൂഉൻ വഇൻ കാന മിസ്ല റഅസി الذുബാബി മിൻ ഖശ്യത്തില്ലാഹ് ഇല്ലാ ഹറമഹുല്ലാഹു അലൻ നാർ. മാ മിൻ അബ്ദിൻ മുഅ്മിനിൻ, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ അടിമ, അവൻ്റെ കണ്ണിൽ നിന്നും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരിറ്റു കണ്ണുനീർ തുള്ളി വരികയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നരകത്തിന് ഹറാമാക്കുന്നതാണ്. വഇൻ കാന മിസ്ല റഅസി الذുബാബി, അതൊരു ഈച്ചയുടെ തലയുടെ അത്ര വലിപ്പത്തിലേ ഉള്ളുവെങ്കിലും അള്ളാഹുവിനെ ഓർത്ത് ഒരാൾ കണ്ണീർ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല ആ അടിമക്ക് നരകത്തെ ഹറാമാക്കുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കണ്ണീരൊഴുക്കുന്നതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ, പ്രതിഫലങ്ങൾ, അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള അമലാണത്. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉറക്കം വെടിയാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളിൽ എത്ര ആളുകൾ അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് നമ്മുടെ ഉറക്കം കളഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. അള്ളാഹുവിന് വേണ്ടി ഉറക്കം വെടിയുന്ന വിശ്വാസികളെ നരകം സ്പർശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന, അള്ളാഹുവിനെ ഓർത്ത് ഉറക്കം കളയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളുടെ സിഫത്താണത്, ഗുണമാണത്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സൂറത്തു ദാരിയാത്തിന്റെ വരികളിൽ അള്ളാഹു പറയുകയാണ്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ നിന്നും വളരെ കുറച്ചു മാത്രം ഉറങ്ങുന്നവരാണ്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സഹറിന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത്, രാത്രിയുടെ അന്ത്യയാമത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്ന ആളുകളാണ്. നരകത്തിൽ ശാശ്വതരാകാത്ത, നരകം ഹറാമാക്കപ്പെട്ട മറ്റ് പല ആളുകളെക്കുറിച്ച് നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അൽ മുഅ്മിനു ബില്ലാഹ് വൽ മുഹിബ്ബു ലില്ലാഹ് വൽ കാരിഹു ലിർറുജൂഇ ഇലൽ കുഫ്രി ബഅദ ഈമാനിഹി. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളെ നരകം സ്പർശിക്കുകയില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം അത് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നാവുകൊണ്ട് മൊഴിയുന്നത് പോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടി അതിനോട് കൂടിച്ചേരണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആൾക്കും നരകത്തെ അവരെയും നരകം സ്പർശിക്കുകയില്ല. വൽക്കാരിഹുലുർ റുജൂ, അനന്തമായ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്തിന് മീതെ മറ്റൊന്നിനും ഇടമില്ലാത്ത വിധം ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാകണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുക മാത്രമല്ല, എപ്പോഴും നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതിനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അതുപോലെ തന്നെ വൽകാരിഹുലുർ റുജൂഇ ഇലൽ കുഫ്രി ബഅദ ഈമാനിഹി, ഈമാൻ സ്വീകരിച്ചതിന് ശേഷം തിരിച്ച് കുഫറിലേക്ക് മടങ്ങുന്നത് അങ്ങേയറ്റത്തെ വെറുപ്പുള്ള ആള്, അവരെയും നരകം സ്പർശിക്കുകയില്ല. കിട്ടിയ ഈമാനിനെ അത്രത്തോളം വിലമതിക്കുന്നവരെയും നരകം സ്പർശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സലാസുൻ മൻ കുന്ന ഫീഹി ഹുർരിമ അലന്നാർ ഹുർരിമത്തിൻ നാറു അലൈഹി. 3 കാര്യങ്ങൾ ആരില്ലെങ്കിലും സമ്മേളിക്കുകയാണെങ്കിൽ അവൻ നരകത്തിന്റെ മേൽ ഹറാമാക്കപ്പെടുന്നതാണ്, നരകത്തിന് അവനെയും ഹറാമാക്കപ്പെടുന്നതാണ്. ഈമാനും ബില്ലാ, ഒന്നാമത്തേത് അള്ളാഹുവിലുള്ള ഈമാനാണ്. വഹുബ്ബുൽ ലില്ലാ, രണ്ടാമത്തേത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. വഅൻ യുൽഖാ ഫിന്നാരി ഫയുഹ്റഖ അഹബ്ബു ഇലൈഹി മിൻ അൻ യർജഅ ഫിൽ കുഫ്ർ. മൂന്നാമത്തേത് കുഫറിലേക്ക്, അവിശ്വാസത്തിലേക്ക് തിരിച്ചു മടങ്ങുന്നത് തന്നെ തീയിലിട്ട് കരിക്കുന്നതിനേക്കാളും ഇഷ്ടം തനിക്ക്, കുഫറിലേക്ക് മടങ്ങുന്നതിനേക്കാളും തനിക്ക് തന്നെ തീയിലിട്ട് കരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആ ഈമാനിനെ അടിയുറച്ച് നിൽക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടരിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ 5 നേരത്തെ നമസ്കാരങ്ങൾ അത് കൃത്യമായി നമസ്കരിക്കുന്നവരെയും നരകത്തിന്റെ മേൽ ഹറാമാക്കപ്പെടുന്നതാണ്. നബി തങ്ങൾ അരുളുകയുണ്ടായ, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസ്, ആരെങ്കിലും
5 വക്ത് നമസ്കാര കൃത്യനിഷ്ഠതയോടുകൂടി നിർവഹിക്കുകയാണെങ്കിൽ അലാ വുദൂഇഹ, അതിൻ്റെ വുദൂഇനെ ശ്രദ്ധിക്കുന്നത് പോലെ ശ്രദ്ധിച്ചു, വ മവാഖീതിഹ, അതിൻ്റെ സമയത്തെ കൃത്യമായി ശ്രദ്ധിച്ചു, വ റുകൂഇഹ വ സുജൂദിഹ, അതിൻ്റെ റുകൂഇനെയും സുജൂദിനെയും ശ്രദ്ധിച്ചു, യറാഹ ഹഖ്ഖൻ ലില്ലാഹി അലൈഹി, അള്ളാഹുവിനോടുള്ള തൻ്റെ ബാധ്യതയായി കണ്ടുകൊണ്ട് ആ നമസ്കാരത്തെ മുറപോലെ നിർവഹിച്ചവൻ ഹുർരിമ അലന്നാർ, അവൻ നരകത്തിൻ്റെ മേൽ ഹറാമാക്കപ്പെടുന്നതാണ്. അള്ളാഹു തആല അത്തരത്തിൽ നല്ല നമസ്കാരം നിർവഹിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ ഒരാളുടെ ജീവിതത്തിൽ കൃത്യമായി അയാൾ പാലിക്കുകയാണെങ്കിൽ അയാളെയും നരകത്തിൻ്റെ മേൽ ഹറാമാക്കപ്പെടുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്, മൻ സ്വല്ലാ ഫിൽ യൗമി 12 റക്അത്തൻ, ആരെങ്കിലും ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ ഹറമല്ലാഹു ലഹ്മഹു അലന്നാർ, അല്ലാഹു തആല അവനെ നരകത്തിന് ഹറാമാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് കൊണ്ടുചെല്ലുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമാക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.